ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഫിഷിങ്ങും കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഫിഷിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണ്ട. അപ്പം ഇന്ന് വേറെ ഒരു കാര്യമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം ആദ്യമായിട്ട് ട്രിപ്പ് പോകുന്ന നമ്മുടെ സ്വന്തം വണ്ടി. കഴിഞ്ഞ വർഷം ഒരു വണ്ടി എടുത്തായിരുന്നു. വണ്ടി എടുത്തിട്ട് പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുക, പോവുക എന്നൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഉപയോഗപ്പെട്ടത് ഫിഷ് മാർക്കറ്റ് മാത്രം കേട്ടോ. അത് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഈ പ്ലാൻ ചെയ്ത ഒരു കാര്യം ഇതേവരെ നടന്നിട്ടില്ല. പക്ഷേ കൃത്യം ഒരു വർഷമായപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കേട്ടോ. ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ച ആവുന്നുള്ളൂ. വണ്ടി പണിഞ്ഞൊക്കെ ഇറക്കി റെഡിയാക്കി ഇങ്ങനെ വെച്ചപ്പോഴാണ് ഈ ഒരു ബോധോദയം വീണ്ടും എനിക്കുണ്ടായത്. എന്നാൽ ഒന്ന് ട്രിപ്പ് ഇതേവരെ വണ്ടി എടുത്തിട്ടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാൽ ട്രിപ്പ് പോവുകയും ചെയ്യാം, അപ്പം നല്ല വീഡിയോ അതിലൂടെ ചെയ്യാനും പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടെ പ്ലാൻ ചെയ്യുകയാണ്. ഇത് എൻ്റെ വണ്ടി കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ വണ്ടി എടുത്തിട്ട് കഴിഞ്ഞ വീക്കിൽ വണ്ടിയുടെ ഈ ബാക്കിൽ റിമ്മിലൂടെ ചെറുതായിട്ട് ഒരു 14 വീലിൻ്റെ ഒരു ലോറി കയറി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഈ എഡ്ജിൽ കൂടെ കയറിപ്പോയത്. അതുകൊണ്ട് എന്താ പറ്റിയ, ഈ എഡ്ജ് മൊത്തത്തിൽ പൊട്ടിയങ്ങ് പോയി. ഇവിടം തൊട്ട് ഇവിടം വരെ പൊട്ടിപ്പോയി. അപ്പം അത് സർവീസൊക്കെ കഴിഞ്ഞ് ഈ റിമ്മൊക്കെ ചേഞ്ച് ചെയ്ത്, ആ ഡിസ്ക് ബെൻഡായിരുന്നു, ഡിസ്കൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പം ഈ ക്രാഷ് ഗാർഡ് വണ്ടിക്ക് ഇല്ലായിരുന്നു കേട്ടോ. ക്രാഷ് ഗാർഡ് ഒരു വർഷമായിട്ട് വണ്ടി ക്രാഷ് ഗാർഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ആക്സിഡൻറ്റോട് കൂടി ആ ഒരു ബോധവും വീണു. അപ്പോൾ ക്രാഷ് ഗാർഡും വെച്ച് ഇനിയും കുറച്ച് അക്സസറി ചെയ്യണം. അപ്പോൾ അക്സസറി ചെയ്യാതെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല കേട്ടോ. ക്രാഷ് ഗാർഡ്, സം ഗാർഡ് സെറ്റ് ചെയ്യണം. പിന്നെ സം ഗാർഡിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യാരിയർ, ഇവിടെ ഒരു ക്യാരിയർ വേണം. ക്യാരിയർ ബാക്ക് റെസ്റ്റ് ഇല്ലെങ്കിലും ക്യാരിയർ അത്യാവശ്യമായിട്ട് വേണം. ക്യാരിയർ വേണം. പിന്നെ നമ്മൾ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട്. മൊബൈൽ ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമസോൺ വഴി ഓർഡർ ചെയ്ത മൊബൈൽ ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ കൃത്യം ഈ സാധനത്ത് വെച്ചേക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. പിന്നെ ക്യാരിയർ, പിന്നെ ഇത് സം ഗാർഡ്, പിന്നെ ഇവിടെ ലഗേജൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അതുകൂടെ ഫിറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ താല്പര്യമില്ലെങ്കിലും ഈ ക്യാരിയർ മെയിനായിട്ട് വെക്കണം. അപ്പോൾ ഈ 1-2 ആക്സസറിയും കൂടെ ചെയ്യാനുണ്ട്. ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പം ഇനി ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നല്ല വീഡിയോസ് പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഫിഷിംഗ് വീഡിയോസ് ചെയ്യത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം, ഫിഷിംഗ് വീഡിയോസും ചെയ്യും. അപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അന്യായ ആക്സിഡൻ്റ് ആയിരുന്നു. അത് ലോറി ചരിഞ്ഞ് കയറി വന്നു, അതായത് ടേൺ ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ കോർണറിൽ നിർത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ അവന്മാർ വണ്ടി ചേർത്തെടുത്ത് നമ്മുടെ വണ്ടിയായിട്ട് അമക്കി കൊണ്ടുപോയപ്പോൾ ഈ വണ്ടിയുടെ റിമ്മിൻ്റെ ബാക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് കയറി ഈ സൈഡിൽ നിന്ന് ടയറിന്ന് തട്ടിയതേ ഉള്ളൂ കേട്ടോ. തട്ടിയെന്ന് പറഞ്ഞാൽ കയറി. ഞാനെങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇതേ കൂടെ ടയർ കയറി ഇറങ്ങി പൊട്ടിപ്പോയി. ഇത് മൊത്തത്തിൽ പൊട്ടി, ഡിസ്കും ബെൻഡായി. അപ്പം അതാണ് കാര്യം. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ പോകും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ പോകുമെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേര് പ്ലാൻ ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ ആൾക്ക് ചെറിയ അസൗകര്യം കാരണം അത് മാറ്റിവെച്ചു. അപ്പം ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ പോകാൻ സാധ്യതയുള്ളൂ. അപ്പം അതിൻ്റെ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മുടെ വണ്ടിക്ക് കുറേ അക്സസറി ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിൻ്റെ കുറേ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ മീൻപിടുത്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമയല്ല, നമ്മൾ ഭയങ്കര കഷ്ടപ്പാട് വേണം ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ ചിലപ്പോൾ 10 മിനിറ്റത്തെ വീഡിയോ കാണുന്നെങ്കിലും ചിലപ്പോൾ അത് 3 ആഴ്ച ഒക്കെ ഇരിക്കുകയായിരിക്കും ഒരു മീൻ കിട്ടിയിട്ട് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് പലപ്പോഴും ആ വീഡിയോസൊന്നും വ്യൂവും കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോസൊന്നും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാണ് ഗൈസ്. അപ്പം അതിന് ഫണ്ട് വേണം. നമുക്ക് യൂട്യൂബിലൂടെ ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫണ്ടെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഡിലേ ആകുന്നത്. അപ്പം ക്യാഷുള്ളവർ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ട്രാവലിംഗ് വീഡിയോസും വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ എവിടുന്ന പൈസ എന്ന് വെച്ചാൽ അത് സത്യമാണ്. നമ്മൾ കഷ്ടപ്പെട്ടാലേ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവും, അതൊരു സത്യം തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനാണ് പരീക്ഷ. പലപ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്തെങ്കിലും അത് നടക്കാതെ പോയിട്ടുണ്ട് കേട്ടോ. അതിന് ആദ്യം നമ്മളൊരു പ്ലാനിങ്ങിലല്ല, ഒരു കാര്യം പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ
ഈ ഒരു കാര്യത്തിൻ്റെ പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്, നടപ്പിലെത്തിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം കേട്ടോ. അതിന് ഒന്നാമത്തെ വിഷയം കോൺഫിഡൻ്റ് ആണ് വേണ്ടത്. നമുക്കൊരു ആത്മവിശ്വാസം വേണം, ഒറ്റയ്ക്ക് പോകാനും യാത്ര ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം. അതാണ് നേടിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ട്രാവൽ ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഇതിലേക്കൊരു പ്ലാൻ എടുത്തത്. പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്ത് തന്നെയുള്ളൂ കേട്ടോ. കേരളത്തിൽ കാരണം ആദ്യം ഒന്ന് യാത്ര ചെയ്ത് ശീലിച്ചതിന് ശേഷം നമുക്ക് വലിയ വലിയ യാത്രകളെ പറ്റി ചിന്തിക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. അപ്പം ആദ്യത്തെ കാര്യം നമ്മുടെ വണ്ടിക്ക് ആക്സസറി മസ്റ്റാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര ലോങ് ഒക്കെ റൈഡ് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴേ പിന്നെ അതിന് റൈഡിങ് ജാക്കറ്റുകൾ, പിന്നെ സ്യൂട്ട്, ബൂട്ട് ഇതെല്ലാം മസ്റ്റാണ് കേട്ടോ. പിന്നെ ഗ്ലൗസ് ഇതെല്ലാം മസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്കൊന്നും ഇതിന് ഇറങ്ങി തിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിനും ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഉടൻ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നത്. പ്രധാന റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ സാഹചര്യം പിന്നെ ഇതെല്ലാം കാരണം പലപ്പോഴും ഡിലേ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും വീഡിയോസ് ഡിലേ ആകാതെ മാക്സിമം 3 ദിവസം കൊള്ളുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചെറിയൊരു വീഡിയോ, കാരണം കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമായിരുന്നു. ഷെയർ ചെയ്യാതെ ഒരു കാര്യം നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് അതനുസരിച്ചുള്ള മുമ്പോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഏകദേശം എൻ്റെ പ്ലാനിങ് പദ്ധതികളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിനകത്തൊരു ചെറിയ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് 3-4 ദിവസത്തെ ഒരു ട്രിപ്പ്. അപ്പോൾ മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒറ്റ ഉദ്ദേശമുള്ളായിരുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരും. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ.